നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിൽ ആയിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. പാപത്തിൽ നിബന്ധിച്ചുപോയ മനുഷ്യകുലത്തെ ഉദ്ധരിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വരുവാൻ പോകുന്ന തിരു അവതാരത്തെക്കുറിച്ച് തൻ്റെ ജനത്തിന് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ച പ്രവചന സൂക്തങ്ങളാണിത്. മുഴുലോകത്തെയും പ്രകാശിപ്പിക്കുവാനും സകല മാനവർക്കും സന്തോഷമുളവാക്കുവാനും പുൽക്കൂട്ടിൽ ജനിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്ത് എഴുന്നേറ്റ ലോകരക്ഷകൻ്റെ തിരു അവതാരത്തിൻ്റെ പുണ്യം പാൽനിലാവ് പോലെ നിറയുന്ന ദിനങ്ങൾ വീണ്ടും ആഗതമായിരിക്കുകയാണ്. സ്വാർത്ഥതകൾ പെരുകുന്ന ഈ ലോകത്തിൽ യേശുക്രിസ്തു എന്ന ഏക ലോക രക്ഷകൻ്റെ തിരുപ്പിറവിയുടെ ഈ ദിനങ്ങൾ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പരിത്യാഗത്തിൻ്റെതുമായി പരിപാവനമായി മാറട്ടെ. ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിലും യൂറോപ്പിലുമായി ഇസ്രായേലും റഷ്യയും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോൾ അതീവ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിലനിൽപ്പിന് വേണ്ടി ആയുധം കയ്യിലെടുത്ത് പടപൊരുതുന്ന ഇസ്രായേൽ തങ്ങളെ പിന്തുണയ്ക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കാത്തിരിക്കാനോ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലോ മറ്റുള്ളവർ എതിർത്താലോ എന്നൊന്നും ഓർത്ത് നിൽക്കുകയോ ചെയ്യാതെ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ നീക്കങ്ങളും യുദ്ധമുഖത്ത് അവർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളും എതിരാളികളെ പോലും വിസ്മയിപ്പിച്ച് മുന്നേറുകയാണ്. ലോകത്തിൽ ഏറ്റവും ചുരുക്കമുള്ള ജനതയായിട്ടും തങ്ങളെ വെറുതെ വിടാതെ തക്കം കിട്ടിയാൽ തങ്ങളെ കൊന്നൊടുക്കാൻ ഊഴം കാത്ത് തങ്ങളുടെ ചുറ്റുവട്ടത്ത് നിലകൊണ്ട 5 പോർമുഖങ്ങളിലേക്കാണ് ഈ 13 മാസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ആയുധ പ്രയോഗങ്ങൾ നടത്തിയത്. അതെല്ലാം തന്നെ വളരെ വലിയ വിജയങ്ങളുമായിരുന്നു. Allahu Akbar! ഹമാസിനെ ആക്രമിച്ചപ്പോഴൊക്കെ അവരെ നശിപ്പിക്കാതെ പാതി വഴിക്ക് വെച്ച് വെടിനിർത്തുന്ന പതിവായിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, ലെബനീസ് ഹിസ്ബുള്ളകളെയും യമനീസ് ഹൂത്തികളെയും സിറിയയിലെ ഭീകരരെയും പിന്നെ ഇവർക്കെല്ലാം ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് ഹീനമായ ചോരക്കളികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ടെഹ്റാനിലെ ഖൊമേനി ഭരണകൂടമാണെന്ന് അറിയാമായിരുന്നിട്ട് കൂടി അവരെയും ഇസ്രായേൽ കട തീർത്തു വെട്ടാതെ ശിഖരം മാത്രം വെട്ടി അങ്ങനെ നിർത്തുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ സഹായം കൊണ്ട് അതിജീവനം നടത്തി തങ്ങളുടെ കൃഷിയിടമായ കിബ്യൂട്സിൽ വന്ന് പണിയെടുത്ത് തങ്ങളുടെ ആഭ്യന്തര റൂട്ടുകളും സാഹചര്യങ്ങളും മനസ്സിലാക്കി അത് തീവ്രവാദികൾക്ക് ചോർത്തി കൊടുത്തിട്ട് തങ്ങളെ ആക്രമിച്ച് തങ്ങളിൽ 100 കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുന്ന അവിവേകം ഹമാസ് കാണിച്ചതോടെ രണ്ടാമതൊന്ന് ആലോചിക്കാതെ എല്ലാം ലാഘവ നടപടികളും മാറ്റിവെച്ചിട്ട് അവസാനത്തെ ഹമാസ് നേതാവ് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നതുവരെ അവരെ തീർക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ ഇസ്രായേൽ കളത്തിൽ ഇറങ്ങുകയായിരുന്നു.
ഇസ്രായേൽ മാത്രമല്ല, ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ആക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കരുതി മണ്ണിലുണ്ടാക്കിയ മാളങ്ങളിൽ ഇരുന്ന് ആക്രമണം നടത്തിയവരെ സ്പോഞ്ച് ബോംബ് കൊണ്ട് ഇല്ലാതാക്കി അവരുടെ നേതാക്കന്മാരെയെല്ലാം വിസ്മയകരമായ ആക്രമണങ്ങളിലൂടെ തീർത്താണ് ഇസ്രായേൽ ഹമാസിന് കൂട്ടമായി തീയിട്ടത്. അടുത്ത ടാർഗറ്റായി ലെബനീസ് ഹിസ്ബുള്ളകളെയും അമ്പരപ്പിക്കുന്ന ആക്രമണങ്ങളിലൂടെ തീർത്തു കളഞ്ഞു. ഈ ആക്രമണങ്ങളിൽ തീർന്നത് ഹനിയ, സിൻവാർ, നസറുള്ള എന്നിങ്ങനെ ലോകം ഭയന്നിരുന്ന ഭീകരന്മാർ തന്നെയായിരുന്നു. അതോടെ ഹമാസിനും ഹിസ്ബുള്ളകൾക്കും നിരാശപ്പെടേണ്ടി വന്നു എന്നതാണ് സത്യം. ഒടുവിൽ കീഴടങ്ങുകയല്ലാതെ വേറെ വഴികൾ മുൻപിലില്ലെന്ന് ഈ ഭീകരന്മാർക്ക് ബോധ്യമായി. ലോകം മുഴുവൻ അത് അറിഞ്ഞിട്ടും നേരം വെളുക്കാത്ത ചില ചർച്ച സംഘാടകർ ത്രികോണാകൃതിയിൽ ചടഞ്ഞിരുന്ന ഇസ്രായേൽ തോറ്റ് അമ്പി എന്നുള്ള കഥ പാടി ഇച്ഛാഭംഗം മറയ്ക്കുന്നത് മാത്രമാണ് ഇപ്പോൾ കാണുന്ന വേറിട്ട കാഴ്ചകൾ എന്ന് മാത്രം. അടുത്ത പണി തങ്ങൾക്കിട്ട് ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ ഒരു മുഴം മുമ്പേ വീട്ടിലിരുന്നു കൊണ്ടുള്ള പേടിത്തൊണ്ടൻ ആക്രമണങ്ങൾക്കായി ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടുനോക്കിയെങ്കിലും മറുപടിയായി നല്ല സമയത്ത് ജൂത പെൺകുട്ടികളടക്കം ടെഹ്റാന്റെ തട്ടകത്തിന്റെയും തട്ടിമ്പുറത്തിന്റെയും അകത്ത് കയറി നടത്തിയ കനത്ത വ്യോമാക്രമണത്തിലൂടെ ഇറാന്റെ ആയുധ ശേഖരങ്ങളിൽ ഒന്നും മിച്ചം വയ്ക്കാതെ ചാമ്പലാക്കി കളഞ്ഞു. മൂർച്ചയുള്ള ഒരു നഖംവെട്ടി പോലും ഇപ്പോൾ കയ്യിലില്ല എങ്കിലും ചമ്മൽ മാറ്റാൻ ഇസ്രായേലിനെ ഇടിക്കും പൊടിക്കും എന്നൊക്കെ പറഞ്ഞ് കാലം കഴിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലാപ്പിലാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തീവ്രവാദിയാക്കി മുദ്രകുത്തിയിരുന്ന അബൂ മുഹമ്മദ് ജൊലാനി എന്ന ഭീകരനും കൂട്ടരും സിറിയയിലെ വ്രണിത ഹൃദയരുടെ ചാബല്യങ്ങൾ മുതലെടുത്ത് സിറിയൻ സ്വേച്ഛാധിപതി ബാഷർ അൽ അസാദിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ബലം പിടിച്ചിരുന്നാൽ തലയുണ്ടാവില്ല എന്ന് ബോധ്യമായ ബാഷർ അൽ അസാദ് കിട്ടിയ അവസരത്തിൽ പ്രാണനും വാരിപ്പിടിച്ച് റഷ്യയിലേക്ക് പായുകയായിരുന്നു. അത് കണ്ട് ഗോലാൻ കുന്നിന്റെ ശിഷ്ടഭാഗങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ട് അവിടെ സായുധരായി നിലകൊണ്ട ഇസ്രായേൽ സിറിയൻ ആയുധ ശേഖരത്തിന്റെ ABCD നിലവറ അടക്കം എല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകം മുഴുവൻ കണ്ടത്. അങ്ങേയറ്റം കൗതുകമുണർത്തുന്ന വാർത്തകളാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ കൂടെ കൂടി രണ്ടും കെട്ട കളികളാണ് ബാഷർ അൽ അസാദ് സിറിയയിൽ നടത്തിക്കൊണ്ടിരുന്നത് എങ്കിലും വിമതരുടെ ആക്രമണം രൂക്ഷമാവുകയും പടവാങ്ങുമെന്ന് ഉറപ്പാവുകയും ചെയ്തപ്പോൾ ബാഷർ അൽ അസാദ് ഫോൺ എടുത്ത് വിളിച്ചത് സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷിക്കണമെന്നും റഷ്യ തനിക്കും കുടുംബത്തിനും അഭയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പക്ഷേ അങ്ങോട്ട് പോകാൻ സഹായിക്കണമെന്നും വ്യോമപാത സുരക്ഷിതമാക്കി തരണമെന്നും അങ്ങനെ ചെയ്താൽ സിറിയയിൽ എവിടെയെല്ലാമാണ് താൻ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്താമെന്നും കേണപേക്ഷിച്ചു എന്നാണ് കിംവദന്തികൾ പുറത്തുവരുന്നത്. തന്നോട് ചോദിച്ച സഹായം നെതന്യാഹു ചെയ്തു കൊടുത്തു. പറഞ്ഞ വാക്ക് ബാഷർ അൽ അസാദും പാലിച്ചു. ബാഷർ അൽ അസാദ് മോസ്കോയിലെത്തി നിമിഷങ്ങൾക്കുള്ളിൽ സിറിയൻ ആയുധപ്പുരകൾ ചാരക്കൂമ്പാരമാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ബാഷറിന്റെ ഒത്താശയോടെ ഖൊമേനി റിസർവായി സിറിയയിൽ പണിത ആയുധ ശേഖരങ്ങളും തരിപ്പണമാവുകയായിരുന്നു. ബാഷർ അൽ അസാദ് ഉണ്ടാക്കി വെച്ച ആയുധങ്ങൾ കൊണ്ട് ഇനിയുള്ള കാലം പശ്ചിമേഷ്യയെ വിറപ്പിച്ച് പുലികളാകാമെന്ന് കരുതിയ ജുലാനിയും കൂട്ടരും എലികളേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് നിബന്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. സിറിയയിലെ ഹെർമോൺ മലനിരകളിലൂടെ മരണമാസ് എൻട്രിയായി നടന്നെത്തിയ നെതന്യാഹു ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റൊരു ക്രമീകരണം കണ്ടെത്തുന്നതുവരെ സിറിയയുടെ മാറിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും ഇസ്രായേലിനെ തൊടാൻ ആരെയും അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. אני פה בשיא החרמון עם שר הביטחון, הרמטכ"ל, אלוף פיקוד צפון, ראש השב"כ ומפקדים בכירים. אנחנו פה בחיתוך מצב כדי להחליט על היערכות ישראל במקום החשוב הזה עד שימצא סידור אחר שמבטיח את ביטחון ישראל. זה מעלה אצלי נוסטלגיה. הייתי פה לפני 53 שנים עם החיילים שלי בסיירת מטכ"ל. המקום לא השתנה, באותו מקום. אבל החשיבות שלו לביטחון ישראל רק קיבלה משנה תוקף בשנים האחרונות ובמיוחד בשבועות האחרונים עם האירועים הדרמטיים שמתרחשים כאן מתחתנו בסוריה. אנחנו נקבע את הסידור הטוב ביותר שיבטיח את ביטחוננו. അപ്പോഴാണ് കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത യമനിലെ ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവുമായി രംഗത്തിറങ്ങിയത്. എല്ലാ മിസൈലുകളെയും ഇസ്രായേലിന്റെ ഇരുമ്പ് കവചം ശിഥിലമാക്കി. പക്ഷേ ഹൂത്തികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ട് ഒരു വട്ടം ശ്വാസം എടുക്കുന്നതിന് മുൻപ് യമനിലെ ഹൂത്തി പാളയത്തിലേക്ക് തീമഴ പെയ്യിച്ചുകൊണ്ട് ഈ കാലം മുഴുവൻ ചെങ്കടലിലും കരിങ്കടലിലും ഏതൻ ഉൾക്കടലിലും നടത്തിയ യുദ്ധ ചൊറിച്ചിലുകൾക്ക് മുതലും പരിചയം ചേർത്ത് അമേരിക്ക ഹൂത്തികൾക്ക് മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് യമനിൽ കണ്ടത്.
സകലതും കത്തിച്ച് ചാമ്പലാക്കി. യമനിലെ ഹൂത്തി കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു അമേരിക്ക. അമേരിക്ക നടത്തിയ അതിശക്തമായ വ്യോമ ആക്രമണങ്ങളിലൂടെ യമൻ ശരിക്കും തരിപ്പണമായി മാറുകയാണ് ഉണ്ടായത്. യമനിലെ സനാ പർവ്വതത്തിന്റെ പാർശ്വങ്ങളിൽ പതിയിരുന്നു കൊണ്ട് തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങൾക്കെല്ലാം അമേരിക്ക കണക്ക് തീർത്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ദിവസങ്ങൾക്ക് മുൻപ് ഹൂത്തി നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനയിൽ ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യമനിലെ ഹൂത്തി വിമത ഗ്രൂപ്പിന്റെ അനുയായികൾ നടത്തിയ റാലിയിൽ യുഎസിന്റെയും ഇസ്രായേലിന്റെയും പതാകകൾ ചിത്രീകരിക്കുന്ന ഒരു ബാനറും കത്തിച്ചിരുന്നു. അതിനുള്ള കലിപ്പും അമേരിക്ക തീർത്തു എന്നാണ് കേൾക്കുന്നത്. ചെങ്കടലിലൂടെയും ഏതൻ കടലിടുക്കിലൂടെയും അടക്കം കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ഹൂത്തികൾ കെട്ടിപ്പൊക്കിയ കമാൻഡ് സെന്ററും കൺട്രോൾ റൂമുകളും നിമിഷങ്ങൾക്കുള്ളിൽ തീകോളമായി ആകാശത്തേക്ക് ഉയരുന്ന കാഴ്ചകളാണ് പിന്നീട് യമനിൽ കണ്ടത്. ഉടനെ കുതിച്ചെത്തിയ ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ യമനിലെ ഹുദൈദ, സാലിഹ് തുറമുഖങ്ങളിലേക്കും അല്ലീസയിലേക്കും ബോംബ് മഴ തന്നെ പെയ്യിക്കുകയായിരുന്നു. യമൻ തലസ്ഥാനമായ സനയിലെ പവർ പോയിന്റുകളും അവർ തകർത്തു കളഞ്ഞു. പലതവണ ഇസ്രായേൽ യമനെ ഉന്നം വെച്ചതാണ്. അടുത്തിടെ അവരുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് തീ കൊളുത്തുകയും ചെയ്തിരുന്നു. അന്ന് ദിവസങ്ങൾ പലത് കഴിഞ്ഞാണ് മാനം മുട്ട ഉയർന്ന തീക്കുണ്ടം കെട്ട് അമർന്ന് പോയത്. എന്നിട്ടും ഇറാന്റെ ചൊൽപ്പടിയിൽ നിന്ന ഹൂത്തി ഭീകരന്മാർ പാഠം പഠിച്ചില്ല. ഇപ്പോഴിതാ അരയും തലയും മുറുക്കി അമേരിക്ക കൂടി കളത്തിൽ ഇറങ്ങിയതോടെ യമന്റെയും ഹൂത്തികളുടെയും വീഴ്ച സമ്പൂർണമായിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 12 രാജ്യങ്ങൾ ചേർന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ സഖ്യം രൂപീകൃതമാകുന്നത്. അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന നാറ്റോയുമായി റഷ്യയുടെ എതിരാളികളായി യുക്രൈന് ഒരു ബന്ധവുമില്ലാതിരുന്ന കാലത്താണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയത്. എന്നാൽ റഷ്യയുടെ ആണവ മേൽക്കോയ്മ എല്ലാ കാലത്തും അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കനത്ത തലവേദനയായിരിക്കും എന്നതിനാൽ കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി അവരെല്ലാം ഉക്രൈനെ പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് കൈക്കൊണ്ടത്. നാറ്റോയിൽ ഉൾപ്പെടാത്ത ഉക്രൈന് വേണ്ടി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യേണ്ടതില്ലെന്ന് സഖ്യം തീരുമാനിച്ചു എങ്കിലും റഷ്യയുടെ ആയുധ മേൽക്കോയ്മയെ പ്രതിരോധിക്കുക എന്ന ഒറ്റ കാരണത്താൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഉക്രൈന് വേണ്ട സകല സഹായങ്ങളും ചെയ്തുകൊണ്ട് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും പ്രബലമായ ആയുധശേഷിയുള്ള രാജ്യമായ റഷ്യക്കെതിരെ ഉക്രൈൻ എന്ന നിസാരമായ രാജ്യത്തിന് ഈ 2 വർഷത്തിലധികമായി പിടിച്ചു നിൽക്കാനായതും അതിനുമപ്പുറം റഷ്യൻ മണ്ണിൽ കടന്നാക്രമണം നടത്താനും കഴിഞ്ഞത് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ലെഫ്റ്റ് ലിബറലുകളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾക്ക് അറുതി വരുമെന്ന് വലിയ പ്രതീക്ഷയാണ് ഉയർന്നു വന്നത്. ട്രംപ് സ്ഥാനമേൽക്കുന്ന ജനുവരി 20 മുൻപ് ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് ഹമാസ് അടിയറവ് പറയുന്നതോടെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഏറെക്കുറെ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. എന്നാൽ യൂറോപ്പ് അഗ്നിപർവ്വതം കണക്കെ ഇപ്പോൾ പുകയുകയാണ്. അതൊരു 3ാം ലോക മഹായുദ്ധത്തിന്റെ ശംഖനാദം ഉയർത്തി ഇപ്പോൾ യൂറോപ്പിനെയും ലോകത്തെയും ആകമാനവും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കപ്പുറത്ത് ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ ഉക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തതിന് ബ്രിട്ടനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ പ്രസ്താവനകളുമായിട്ടായിരുന്നു റഷ്യ രംഗത്ത് വന്നത്. ഉക്രൈൻ അയച്ചത് ബ്രിട്ടീഷ് നിർമ്മിത മിസൈൽ ആയിരുന്നുവെങ്കിൽ അതിന് അനുമതി നൽകിയത് സ്ഥാനമൊഴിയാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോപാക്രാന്തനായ പുടിൻ ആണവായുധം ചാർജ് ചെയ്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഉക്രൈന് മിസൈൽ കൊടുത്തവനെയും ആക്രമണത്തിന് ഒത്താശ ചെയ്തവനെയും എല്ലാം തീർക്കുമെന്ന് ഭീഷണി മുഴക്കുകയായിരുന്നു. അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെയും ഫ്രീമേസൺ ഡീപ്പ് സ്റ്റേറ്റുകളുടെയും ആശകളെ ചുട്ടരിച്ച ട്രംപിനെ സ്വസ്ഥമായി ഒന്ന് ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് ഡെമോക്രാറ്റുകൾ ആസൂത്രണം ചെയ്തതാണ് ഇവയെല്ലാം. എന്തായാലും തനിക്ക് ശേഷം പ്രളയമെന്ന ചിന്തയോടെ പടിയിറങ്ങുകയാണ് ബൈഡൻ ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ 3ാം ലോക മഹായുദ്ധത്തിന് കൊള്ളിവെച്ചിട്ട് ഇറങ്ങണമെന്ന് ചിന്തിച്ചായിരിക്കണം ബൈഡൻ ആ ആക്രമണത്തിന് ഒത്താശ നൽകിയത്. പക്ഷേ ട്രംപിന്റെ വാക്ക് വിശ്വസിച്ചായിരിക്കണം ആണവായുധത്തിൽ തൊടാതെ പുടിൻ അടങ്ങി ഇരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ അനുനയ ശ്രമങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് റഷ്യയുടെ ആണവ ജൈവ രാസ പ്രതിരോധ സേനയുടെ സുരക്ഷാ തലവനായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറില്ലോവ് മോസ്കോയിൽ വെച്ച് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഇപ്പോൾ യൂറോപ്പിനെ ആകമാനം പിടിച്ച് കുടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്.
റഷ്യൻ ഫെഡറേഷന്റെ സുരക്ഷയിലും റേഡിയേഷൻ, കെമിക്കൽ, ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ വികസനത്തിലും ആധുനിക ആയുധങ്ങളും സൈനിക ഹാർഡ്വെയറുകളും വികസിപ്പിക്കുന്നതിലും ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും നിർണായകമായ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു ജനറൽ കിറിലോവ്. റിമോട്ട് വഴിയാണ് ബോംബിന് ട്രിഗർ ചെയ്തത് എന്നും ഏകദേശം 300 ഗ്രാം TNTക്ക് തുല്യമായ ശക്തിയുള്ളതായിരുന്നു ബോംബെന്നും റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഉക്രൈൻ ഏറ്റെടുത്തു. എന്തായാലും വളരെ യുദ്ധ ആസന്നമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിൽ ഉക്രൈൻ കാട്ടിയ ഈ എടുത്തുചാട്ടം ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമേയല്ല. ട്രംപ് പ്രസിഡന്റായി ജയിച്ചതിന് ശേഷം കഴിഞ്ഞ നാളുകളിൽ പിന്തുണച്ചതുപോലെ ഇനി ഉക്രൈനെ പിന്തുണയ്ക്കുകയില്ല എന്ന ഒരു കൃത്യമായ മുന്നറിയിപ്പ് സെലൻസ്കിക്ക് നൽകിയതാണ്. അതിന്റെ ഇടയ്ക്ക് ഇത്തരം അവിവേകം കാണിക്കാൻ ഉക്രൈനെ പ്രേരിപ്പിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്നയിടത്താണ് ഡീപ്പ് സ്റ്റേറ്റ് എന്ന നിഗൂഢ സംഘത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യമാകുന്നത്. ട്രംപ് അവലംബിക്കുന്ന ക്രൈസ്തവീകതയിൽ അധിഷ്ഠിതമായ ഭരണക്രമത്തെ അട്ടിമറിക്കാൻ കലാപങ്ങളും ചോരക്കളികളും അനിവാര്യമാണെന്ന് അവർ കരുതുന്നു. ഉക്രൈനെ മുന്നിൽ നിർത്തി കളിക്കുന്നതും അവർ തന്നെയാണ്. റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നും അവർ തിരിച്ച് ആക്രമിക്കണമെന്നും അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ ലോകത്തിന്റെ സമാധാനങ്ങളെല്ലാം കെട്ടടങ്ങണമെന്നും ഈ നിഗൂഢ ശക്തികൾ ഉത്കടമായി വാഞ്ചിക്കുകയാണ്. ഉക്രൈനെതിരെ റഷ്യ സൈനിക നടപടികൾ ആരംഭിച്ചതിന് ശേഷം ആക്രമണങ്ങൾക്കിടെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചു എന്ന കുറ്റത്തിന് ഡിസംബർ 16-ന് കിറിലോവിനെതിരെ ഉക്രൈൻ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. അതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഈ കൊലപാതകം നടന്നത്. 3 വർഷങ്ങളായി തുടരുന്ന റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനിടെ കിറിലോവിന്റെ നേതൃത്വത്തിൽ 4800-ലധികം രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്നാണ് ഉക്രൈൻ ആരോപിച്ചിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉക്രൈനിയൻ സൈനികർക്കെതിരെ ആദ്യമായി ഉപയോഗിച്ച ക്ലോറോഫിക്രിൻ എന്ന വിഷവാതകം ഉക്രൈനെതിരെ റഷ്യ ഉപയോഗിച്ചുവെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും നേരത്തെ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് റഷ്യൻ സൈന്യം പറയുന്നത് കെമിക്കൽ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ റഷ്യൻ സൈനികരെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ തീപിടുത്തമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം പോലുള്ള പ്രവർത്തനങ്ങൾ എന്നീ കാര്യങ്ങൾക്ക് മാത്രമാണ് ജനറൽ കിറിലോവ് മേൽനോട്ടം വഹിച്ചിരുന്നത് എന്നാണ്. ഉക്രൈന്റെ ഈ ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെ കിറിലോവിന്റെ മരണം കടുത്ത അമർഷമാണ് റഷ്യക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ കൊലപാതകത്തിന് ഉത്തരവാദി കീവാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഉക്രൈനിയൻ ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നതോടെ ഒരു തവണ പുടിൻ മാറ്റിവെച്ച യുദ്ധത്തിനായി ഇനി രണ്ടാമതൊന്ന് ആലോചിക്കാതെ കളത്തിൽ ഇറങ്ങുമോ എന്ന കാര്യം ആണ് അറിയേണ്ടതുള്ളത്. അത് എത്രത്തോളം മാരകമായിരിക്കുമെന്ന് മാത്രം ആർക്കും ഒരു നിശ്ചയവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മിക്കായേൽ ഷാർസി എന്ന റഷ്യയുടെ മിസൈൽ മാൻ അജ്ഞാതനാൽ ഒരാഴ്ച മുമ്പ് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് പുറകെ കിറിലോവിനെയും മോസ്കോയിൽ വെച്ച് തന്നെ റഷ്യക്ക് നഷ്ടപ്പെട്ടത് വഴി അവർക്കുണ്ടായിരിക്കുന്നത് കനത്ത നഷ്ടം തന്നെയാണ്. അതിന് റഷ്യ കണക്ക് തീർക്കുമ്പോൾ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യം അതിനെതിരെ ചലിച്ചാൽ നോർത്ത് കൊറിയയും ചൈനയും കിട്ടിയ അവസരം മുതലെടുത്ത് ഇറാനും റഷ്യക്കുമൊപ്പം യുദ്ധത്തിൽ അണിനിരക്കുമെന്ന സന്ദേഹവും ഉയരുന്നുണ്ട്. വിശ്വസനീയമായ കണക്കനുസരിച്ച് 5 ലക്ഷം പേരോളം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ലോക സമാധാനത്തിനായി നമുക്ക് മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം തങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ആഹ്ലാദപൂർവ്വം കൊണ്ടാടുമ്പോൾ വഖഫ് എന്ന നീരാളിയുടെ പ്രഹരമേറ്റ് പരിദേവനങ്ങളും സംഘർഷങ്ങളുമായി തങ്ങൾ പണം മുടക്കി വാങ്ങിയ പുരയിടത്തിൽ ഒന്ന് സ്വസ്ഥമായി അന്തിയുറങ്ങാൻ പോലും ആകാതെ വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിൽ 3-ാം മാസത്തിലേക്ക് എത്തുന്ന സമരപന്തലിൽ മുനമ്പം നിവാസികൾ കഴിച്ചുകൂട്ടുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഭരിക്കുന്ന CPM ആകട്ടെ മുനമ്പത്ത് കമ്മീഷനെ വെച്ച് വലിപ്പിക്കലുകൾക്ക് ആക്കം കൂട്ടിയിരിക്കുമ്പോൾ പ്രതിപക്ഷമാകട്ടെ അവരുടെ മുഖത്ത് നോക്കി പച്ച കള്ളങ്ങൾ പറയുകയും നിമിഷ നേരം കൊണ്ട് പറഞ്ഞത് വിഴുങ്ങി മുനമ്പംകാരെ നോക്കി കൊഞ്ഞനം കുത്തുകയും ചെയ്യുകയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് ആണയിട്ട് പറയുകയും ആരെയും ഇറക്കി വിടില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തെല്ലും ഉളുപ്പില്ലാതെ മുനമ്പത്തെ ഭൂമി ആരുടേതാണെന്ന് പരിശോധിക്കണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യു-ടേൺ അടിച്ച ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചക്കരവാക്കുകളുമായി മുനമ്പത്ത് എത്തുന്ന ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനെയും
വായ്ത്താരികളിൽ അവർ വീണു പോകരുത് എന്ന് വിവരമുള്ളവർ മുനമ്പത്തെത്തി അവരോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ മുനമ്പം ജനത അത്തരം വാക്കുകൾ വിശ്വസിച്ചതുമില്ല. എന്നാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാരുടെ കപടതകൾ വോട്ട് ബാങ്ക് ഉള്ളവന്റെ അധിനിവേശത്തെ ന്യായീകരിക്കാൻ മാത്രം തീരെ എഴുതപ്പെട്ടിരിക്കെ പാവങ്ങൾ സംഘർഷമില്ലാതെ കുടുംബത്തോടൊപ്പം ഈ വർഷത്തെ തിരുപ്പിറവി ആഘോഷിക്കാനാകാതെ കണ്ണുനീരിൽ കുതിർന്ന് കഴിച്ചുകൂട്ടുകയാണ്. ഈ സങ്കടകരമായ സാഹചര്യത്തിലും കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെയും വൈദികരുടെയും വിശ്വാസികളുടെയും ശക്തമായ പിന്തുണ മാത്രമാണ് മുനമ്പം ജനതയ്ക്ക് ഇപ്പോൾ കരുത്തായി നിൽക്കുന്നത്. മുനമ്പം ജനതയെ സംരക്ഷിക്കുമെന്നും ആർക്കും വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്നും കേരളത്തിലെ സർക്കാരും പാർട്ടികളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം പാസ്സാകുന്നതോടെ പ്രതിസന്ധികൾ ഇല്ലാതാകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മുനമ്പം സമരത്തിന്റെ നായകനായ ഷോൺ ജോർജിനും മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖരനും ഉറപ്പു നൽകിയിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ച് മുനമ്പം ജനതയുടെ പ്രതീക്ഷകൾ പൂവണിയുമെന്ന് തന്നെയാണ് ഏവരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. മുനമ്പം ജനതയുടെ അതിജീവന സമരങ്ങളോട് താതാമ്യപ്പെട്ടുകൊണ്ട് അവരുടെ കിടപ്പാടത്തിന് മേലുള്ള എല്ലാ അധിനിവേശങ്ങളും വേണ്ടെന്ന് വെച്ച് വഖഫ് ബോർഡ് പിന്മാറുന്ന സാഹചര്യം സംജാതമാകട്ടെ എന്നും മുഴുമാനവരാശിക്കും പ്രതീക്ഷയാകുന്ന തിരുപ്പിറവിയുടെ പുണ്യം സങ്കടത്തിന്റെ വ്യവഹാരങ്ങളിൽ മുനമ്പംകാർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി മാറട്ടെ എന്നും ആശംസിക്കുകയാണ്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.